കഥ ഭർത്താവ് ഭാഗം 49. സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശൻ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം SP-യുടെ റൂമിലേക്ക് ചെന്നു. 2 ഗേറ്റ് വഴിയും ആ വിദ്യാർത്ഥി പുറത്തേക്ക് പോയതിൻ്റെ യാതൊരു തെളിവും ദൃശ്യങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സാർ. അതിനർത്ഥം സ്കൂൾ വിട്ട ശേഷം അവൻ പുറത്തേക്ക് പോയിട്ടില്ലെന്നല്ലേ? സ്കൂൾ തുറന്ന് ഓരോ ക്ലാസ് റൂമും പരിശോധിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ആദ്യം അവൻ്റെ ക്ലാസ് റൂമിൽ നിന്ന് തുടങ്ങിക്കോ. സ്കൂൾ വളപ്പിലെ കിണറുകൾ, വേസ്റ്റ് കുഴി ഒന്നും ഒഴിവാക്കിയേക്കരുത്. 2 മണിക്കൂറിനുള്ളിൽ ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കണം, കേട്ടല്ലോ? സർ. സർക്കിൾ ഇൻസ്പെക്ടർ പുറത്തേക്ക് പോയി. അപ്പോൾ തന്നെ അയാൾ SIയെയും പോലീസുകാരെയും കൂട്ടി ഹെഡ്മാസ്റ്റർ ചന്ദ്രബാബുവിൻ്റെ കൂടെ സ്കൂളിലേക്ക് പോന്നു. ഇരുട്ട് വീണ് കഴിഞ്ഞതിനാൽ വെളിച്ചത്തിന് വേണ്ടിയുള്ള സന്നാഹങ്ങളെല്ലാം നിമിഷനേരത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ടു. സ്കൂളിന് സമീപവാസികളെല്ലാം പോലീസും സന്നാഹങ്ങളും രാത്രി നേരത്ത് സ്കൂൾ തുറക്കാൻ വരുന്നത് കണ്ടതോടെ ഒത്തുകൂടി കാര്യം തിരക്കി. മറ്റുള്ളവരിൽ നിന്നും വിവരങ്ങളറിഞ്ഞ നാട്ടുകാർ പെട്ടെന്ന് തന്നെ കർമ്മനിരതരായി. ഹെഡ്മാസ്റ്റർ ഓഫീസ് റൂം തുറന്ന് ക്ലാസ് മുറികളുടെ ചാവിയെടുത്ത് പോലീസിന് കൈമാറി. ശ്രീകുട്ടൻ്റെ ക്ലാസ് ടീച്ചർ അവരെ അവൻ്റെ ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടു പോകവേ ബാക്കിയുള്ളവർ സ്കൂൾ വളപ്പിൽ തിരച്ചിൽ ആരംഭിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ പൂട്ട് തുറന്ന് വാതിൽപ്പാളികൾ ഇരുവശത്തേക്കും തള്ളിമാറ്റിയ ശേഷം അവിടെ നിന്നും കൊണ്ട് ക്ലാസ് റൂമിന് ആകമാനം ടോർച്ച് തെളിച്ചു നോക്കി. 1-2 വട്ടം ബെഞ്ചുകൾക്കും ഡെസ്കുകൾക്കും മുകളിലൂടെ വെളിച്ചത്തിൻ്റെ അലകൾ പാഞ്ഞുപോയെങ്കിലും അവിടെ അസ്വാഭാവികമായി ഒന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ അവിടെ നിന്നും തിരികെ നടക്കാൻ തുടങ്ങിയവേ തൊട്ടരികിൽ നിന്ന് ഒരു പോലീസുകാരൻ സർക്കിൾ ഇൻസ്പെക്ടറെ കൈക്ക് പിടിച്ചു. സാറേ, അവിടെ! അയാൾ തങ്ങൾ നിൽക്കുന്നതിൻ്റെ എതിർ സൈഡിലെ മൂലയിലേക്ക് നേരെ വിരൽ ചൂണ്ടി. ഇൻസ്പെക്ടറുടെ കയ്യിലെ ടോർച്ചിൽ നിന്നും വെളിച്ചത്തിൻ്റെ ഒരു വീശുവല ആ ഭാഗത്തേക്ക് ചിന്നിച്ചിതറി വീണു. എന്തോ ഒരു വെളുപ്പ് വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പിടഞ്ഞു മാറിയതുപോലെ അയാൾക്ക് തോന്നി. സർക്കിൾ ഇൻസ്പെക്ടർ ഓടി അവിടേക്ക് ചെന്നു. മുഖത്ത് വെളിച്ചം വീയാതിരിക്കാനോ അതോ ദയാശൂന്യമായ ഈ ലോകത്തെ ഭയന്നിട്ടോ എന്തോ ശ്രീകുട്ടൻ ഇരു കൈകൊണ്ടും മുഖം പൊതിഞ്ഞു പിടിച്ചിരിക്കുകയായിരുന്നു. ആ പോലീസുകാരൻ മെല്ലെ വന്ന് അവൻ്റെ അടുത്തേക്ക് ഒരു കാൽമുട്ട് നിലത്ത് കുത്തിയിരുന്നു. അവൻ വിറയ്ക്കുന്നത് അയാൾക്ക് വ്യക്തമായി കാണാമായിരുന്നു. അയാൾ തൻ്റെ കയ്യിലിരുന്ന ടോർച്ച് എടുത്ത് നിന്ന പോലീസുകാരനെ കൈമാറിയ ശേഷം മുഖം പൊത്തി പിടിച്ചിരിക്കുന്ന ശ്രീകുട്ടൻ്റെ കയ്യിൽ തൊട്ടു. അവൻ പേടിച്ചരണ്ടതുപോലെ കുറേ കൂടി മുറിയുടെ മൂലയിലേക്ക് ചേർന്നിരുന്നു. ശ്രീകുട്ട, പേടിക്കേണ്ട മോനെ, ഞങ്ങൾ നിന്നെ തിരക്കി വന്നതാ, എണീറ്റ് വാ, അയാൾ സൗമ്യസ്വരത്തിൽ പറഞ്ഞു കൊണ്ട് അവൻ്റെ കൈകൾ മുഖത്തു നിന്നും അടർത്തി മാറ്റാൻ നോക്കിയെങ്കിലും അവൻ കൈകൾ മാറ്റാൻ തയ്യാറല്ലായിരുന്നു. ക്ലാസ് ടീച്ചർ അവൻ്റെ അടുത്തിരുന്ന് തലയിൽ തഴുകിയ ശേഷം അവനെ വിളിച്ചു. ശ്രീകുട്ട, എണീറ്റ് വാ. മോൻ്റെ അമ്മയൊക്കെ മോനെ കാണാതെ എത്ര വിഷമിച്ചിരിക്കുകയാണെന്നറിയോ? മോൻ്റെ ചേച്ചിയൊക്കെ പുറത്തു നിന്ന് കാണാതെ സങ്കടപ്പെട്ട് നിൽക്കുക. വേണ്ട, ഞാൻ വരുന്നില്ല ടീച്ചറെ. എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല. എനിക്ക് അങ്ങോട്ട് പോകണ്ട. എനിക്ക് പേടിയാ. അവൻ്റെ മുഖം മുഴുവൻ കണ്ണീർ വീണിട്ടോ വിയർപ്പ് വീണിട്ടോ നനഞ്ഞു കിടക്കുകയാണ്. ആര് പറഞ്ഞാലും അവൻ അവിടെ നിന്ന് എണീക്കാൻ പോകുന്നില്ലെന്ന് തോന്നിയപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ തിരിഞ്ഞു നോക്കി ഗോപിനാഥനോട് അടുത്തേക്ക് വരാൻ ആംഗ്യം കാട്ടി. ഗോപിനാഥൻ വന്ന് അവൻ്റെ അടുത്തിരുന്ന ശേഷം അവനെ മോനെ എന്ന് വിളിച്ചു. അവൻ ആ വിളി കേട്ട് ഒന്ന് പിടഞ്ഞെന്ന് അവർക്കെല്ലാം തോന്നി. മോനെ, എൻ്റെ ചെറിയച്ഛനാടാ, വാ, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. ചെറിയച്ഛൻ്റെ കൂടെ വാ മോൻ. അയാളുടെ വാക്കുകൾ കേട്ട് അവൻ്റെ പ്രതിഷേധം ഒന്ന് അയഞ്ഞിട്ടുണ്ടെന്ന് പോലീസുകാരന് തോന്നി. ഗോപിനാഥൻ അവൻ്റെ കൈകൾ മുഖത്തിൽ നിലർത്തി മാറ്റിയിട്ട് അവനെ തന്നോട് ചേർത്ത് പിടിച്ചു. 5 മിനിറ്റ് നേരമെടുത്തു അവൻ്റെ വിതുമ്പലൊന്നടങ്ങാൻ. സാരമില്ല മോൻ, എണീറ്റ് വാ. നമ്മൾ പോകുന്നത് എൻ്റെ വീട്ടിലേക്കല്ല, എൻ്റെ കൂടെയാണ്, എൻ്റെ വീട്ടിലേക്ക്. എണീൽക്ക്. അയാൾ എണീറ്റുകൊണ്ട് അവനെ ഉയർത്താൻ നോക്കിയെങ്കിലും അവൻ ചെറുതായി ബലം പിടിച്ചു നിന്നു. മോൻ ഇനി വീട്ടിലേക്ക് പോകണ്ട കേട്ടോ. ചെറിയച്ഛൻ്റെ കൂടെ പോയാൽ മതി. വീട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ തന്നെ ശ്രീകുട്ടനെ ചെറിയച്ഛൻ്റെ വീട്ടിൽ കൊണ്ടെത്തിക്കാം. വരൂ, സർക്കിൾ ഇൻസ്പെക്ടർ അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് ആശ്വസിപ്പിക്കും മട്ടിൽ പറഞ്ഞു. അവൻ നടക്കുമ്പോൾ വീഴാനായി വേച്ചു പോകുന്നുണ്ടായിരുന്നു. അവൻ ഇരുന്നതിൻ്റെ അരികിലുണ്ടായിരുന്ന സ്കൂൾ ബാഗ് പോലീസുകാരിൽ ഒരാൾ എടുത്ത് സുനിതയെ ഏൽപ്പിച്ചു. സ്കൂൾ വളപ്പിൽ ധാരാളം ആൾക്കാർ കൂടി നിൽപ്പുണ്ടായിരുന്നു. അവരൊക്കെ അവനെ കാണാൻ തിക്കും തിരക്കും കൂട്ടിയെങ്കിലും പോലീസുകാർ അവർക്ക് പോകാനായി ആൾക്കാരെ മാറ്റി വഴിയൊഴിഞ്ഞു കൊടുത്തു. ഗോപിനാഥനെ ശ്രീകുട്ടനെയും പോലീസ് ജീപ്പിൽ കയറ്റി ഇരുത്തിയ ശേഷം സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശൻ SP-ക്ക് ഫോൺ ചെയ്തു വിവരങ്ങൾ അറിയിച്ചു. സാർ, ആ കുട്ടി ആകെ ക്ഷീണിതനാണ്. അതിനേക്കാൾ അവൻ എന്തോ കാര്യത്താൽ ഭയപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്താണ് സാർ വേണ്ടത്?
അവൻ്റെ ചെറിയച്ഛൻ പറയുന്നത് അയാൾ അവനെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാമെന്നാണ്. അവരുടെ കൂടെ വിട്ടുകൊടുക്കാം, പക്ഷേ ആദ്യം അവനെ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പ് നടത്തി ആരോഗ്യനില തൃപ്തികരമാണോ എന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് അവൻ്റെ മൊഴി കിട്ടണം. അവൻ്റെ മനസ്സിലെ ഭയം എന്താണെന്ന് അറിയണ്ടേ. മെഡിക്കൽ ചെക്കപ്പിൽ ആരോഗ്യനില കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ അവർ അവനെ കൊണ്ടുപോക്കോട്ടെ. വിവരങ്ങൾ തിരക്കാനേ അവനെ രാവിലെ എത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞേക്കുക. ശരി സാർ. സർക്കിൾ ഇൻസ്പെക്ടർ അവരെ അപ്പോൾ തന്നെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ശ്രീകുട്ടൻ്റെ ആരോഗ്യനില ചെക്ക് ചെയ്തു. അവൻ രാവിലേക്ക് ശേഷം ആഹാരമൊന്നും കഴിക്കാഞ്ഞതിനാൽ ആകെ ക്ഷീണിച്ച് അവശനായിരുന്നു. ഡോക്ടർ ഡ്രിപ്പ് നൽകിയേക്കാനായി അവൻ നിർദ്ദേശിച്ചുള്ള അവനെ വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ചെറിയച്ഛൻ വീട്ടിലേക്ക് പൊയ്ക്കോ, ഞാൻ നിന്നോളാം ഇവിടെ. അവന് കൂട്ടിനായി സാറ് പറഞ്ഞിട്ടുണ്ട് 2 പോലീസുകാരും ഇവിടെ ഉണ്ടാകുമെന്ന്. ഗോപിനാഥൻ്റെ അടുത്തേക്ക് ചെന്ന് സുനിത പറഞ്ഞു. നീ തനിച്ചിവിടെ നിൽക്കാനോ, അതും ഈ രാത്രിയിൽ? വേണ്ട മോളെ, നീ വീട്ടിലേക്ക് പൊക്കോ. ചെറിയച്ഛൻ നിന്നോളാം ഇവിടെ. ആരെങ്കിലും ഒരാൾ അവൻ്റെ കൂടെ വേണമെന്നല്ലേ ഉള്ളൂ, അതിന് ഞാൻ മതിയടി. ചെറിയച്ഛന് ഇവിടെ ഇരുന്നാൽ ഉറങ്ങാനൊന്നും പറ്റില്ല. ഒരു രാത്രി ഉറക്കം വിളിച്ചെന്ന് കരുതി എന്ത് സംഭവിക്കാൻ? നീ വീട്ടിലേക്ക് പൊക്കോ മോളെ. അവിടെ അവരെല്ലാം വിവരം അറിയാതെ ആകുലപ്പെട്ട് ഇരിക്കുമായിരിക്കും. ഞാൻ ചേച്ചിയെ വിളിച്ചു എല്ലാം പറഞ്ഞിട്ടുണ്ട് ചെറിയച്ഛ. അമ്മ ഇവിടെ കിടന്ന് ഇങ്ങോട്ട് പോന്നോളാൻ ബഹളമുണ്ടാക്കുകയാണ്. ഇവിടേക്ക് വന്നിട്ട് എന്താ കാര്യം? ഇവിടെ നമ്മളില്ലേ? എങ്കിലൊരു കാര്യം ചെയ്യാം, ചെറിയച്ഛൻ്റെ കൂടെ ഞാനും ഇവിടെ നിൽക്കാം. അപ്പോൾ അടുത്ത ബെഡിൽ കിടന്ന് ചെറിയച്ഛൻ ഉറങ്ങുകയും ചെയ്യാം. ചെറിയച്ഛൻ എനിക്കൊരു കൂട്ടാവുകയും ചെയ്യും. എന്താ? എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. അക്കാര്യം അവിടെ തീരുമാനിക്കപ്പെട്ടു. രാത്രി 1 നേരമാകും ഡ്രിപ്പ് തീരാൻ എന്ന് സിസ്റ്റർ വന്ന് അറിയിച്ചതോടെ അടുത്തുള്ള ഒഴിഞ്ഞ ഒരു ബെഡിൽ ഗോപിനാഥൻ ചെന്ന് ഉറങ്ങാനായി കിടന്നു. 11 ആവാൻ 10 മിനിറ്റുള്ളപ്പോഴാണ് ശ്യാംസുന്ദറിൻ്റെ ബൈക്ക് മുറ്റത്ത് വന്ന് നിൽക്കുന്നത്. ശ്രീലേഖ ഫോണിൽ സുനിതയുമായി സംസാരിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. നീ ഫോൺ വെച്ചോ, ശ്യാമേട്ടൻ വന്നിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് വരാം കേട്ടോ. സുനിത കോൾ കട്ട് ചെയ്ത് മുമ്പ് ശ്രീലേഖ പറഞ്ഞു. പിന്നെ അവൾ ചെന്ന് വാതിൽ തുറന്നു. എവിടെ? കിട്ടിയില്ല എൻ്റെ അനിയനെ? പോലീസോ പട്ടാളമോ CBI ഒക്കെ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ടെന്നാണല്ലോ അറിഞ്ഞത്. മുറ്റത്ത് കാറി തുപ്പിയ ശേഷം സിറ്റൗട്ടിലേക്ക് കയറുന്നതിനിടെ ശ്യാംസുന്ദർ തിരക്കി. ശ്രീലേഖ പക്ഷേ അത് കേൾക്കാത്ത ഭാവത്തിൽ നിന്നു. നിനക്കെന്താടി, ചെവി കേൾക്കില്ലേ? ഞാൻ ചോദിച്ചത് നിന്നോടാ. അവൻ നടന്ന് അവളുടെ മുമ്പിൽ വന്ന് നിന്നു. ശ്രീകുട്ടൻ ക്ലാസ് റൂമിലുണ്ടായിരുന്ന. സ്കൂൾ വിട്ട് ശേഷം അവൻ അവിടെ തന്നെ നിന്നതാ. വീട്ടിലേക്ക് വരാൻ അവന് ഭയം. ശ്രീലേഖ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഭയമോ? അത് കൊള്ളാമല്ലോ. ഇവിടെ അവന് ആരെയാടി ഭയം? നിന്നെയോ അതോ നിൻ്റെ അമ്മയെയോ? ശ്യാംസുന്ദർ പരിഹാസത്തോടെ ചുണ്ടുകൾ കൂട്ടി. അതറിയില്ലേ ശ്യാമേട്ടന്? അവൻ വീട്ടിലെ ആരെയോ ഭയക്കുന്നതെന്ന് അറിയില്ലേ ശ്യാമേട്ടന്? ശ്യാമേട്ടനെ അവന് മുമ്പിൽ കാണേണ്ട. ആ പേര് കേട്ടാൽ മതി അവൻ ഭയന്നു വിറയ്ക്കാൻ. അതെന്താടി, ഞാൻ വല്ല പ്രേതമോ പിശാചോ വല്ലതുമാണോ അവൻ ഇത്രയ്ക്ക് എന്നെ ഭയപ്പെടാൻ? അതോ ഞാൻ അവനോട് തല്ലുപിടിക്കാൻ വല്ലതും ചെന്നോ? എന്തിന് തല്ലുപിടിക്കണം? ശ്യാമേട്ടൻ്റെ ഓരോ പ്രവൃത്തി കണ്ടാൽ മതിയല്ലോ മറ്റുള്ളവർക്ക് ഭയം തോന്നാൻ. ഒന്നാമത് കട്ടിയില്ലാത്ത മനസ്സാവൻ്റേത്. ശ്യാമേട്ടൻ ഞങ്ങളോടൊക്കെ പെരുമാറുന്നത് കണ്ട അവൻ പേടിച്ച് സ്കൂളിൽ തന്നെ ഇരുന്നത്. അവനിപ്പോൾ ഈ വീടെന്ന് കേൾക്കുന്നത് പേടിയാ. അങ്ങനെയാണെങ്കിൽ വേറെ ഒരു വാടക വീടെടുത്ത് അവനെയും കൂട്ടി നിൻ്റെ അമ്മയോട് പറ അങ്ങോട്ട് മാറി താമസിക്കാൻ. അതോടെ കുഞ്ഞാങ്ങളുടെ പേടി മാറി കിട്ടുമല്ലോ. ആര് മാറണമെന്നും ആര് വാഴണമെന്നുമൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ശ്യാമേട്ടന് കഴിക്കാൻ എടുക്കട്ടെ. ഇന്ന് പുഴയിൽ നിന്ന് കുളി കഴിഞ്ഞിട്ടാ വന്നതെന്ന് തോന്നുന്നല്ലോ. വേണ്ട, ഇന്ന് ഇവിടെ എല്ലാവരും ചെക്കനെ തിരക്കാൻ പോയി കാണും. അതുകൊണ്ട് പട്ടിണി കഴിക്കേണ്ടല്ലോ എന്ന് കരുതി ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. എങ്കിൽ ശ്യാമേട്ടൻ അവിടെ നിൽക്കണേ. അമ്മയ്ക്ക് ശ്യാമേട്ടനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്നോടോ? ശ്യാംസുന്ദർ വിശ്വാസം വരാത്ത പോലെ അവളെ നോക്കി. അതെ, ഞാൻ അമ്മയെ വിളിക്കാം. ശ്രീലേഖ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. സരോജിനമ്മ അവിടെ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ശ്രീലേഖ ചെന്ന് അമ്മയെ ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അവൻ വന്നു അല്ലേ? നീയും വാ മോളെ. ഇല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അവൻ ഞാൻ പറയുന്നത് ഒരായുധമാക്കി എനിക്കെതിരെ എടുത്ത് പ്രയോഗിച്ചെന്നിരിക്കും. സരോജിനിയമ്മ എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ പറഞ്ഞു. സരോജിനിയമ്മയ്ക്ക് പിന്നാലെ ശ്രീലേഖയും അവൻ്റെ അടുത്തേക്ക് ചെന്നു.
അവർ വരുമ്പോൾ ശ്യാംസുന്ദർ ഒരു കസേരയിൽ ഇരിക്കുകയാണ്. ശ്യാമിന് കഴിക്കാൻ കൊടുത്തില്ലേ മോളെ നീ? സരോജിനിയമ്മ തിരിഞ്ഞു ശ്രീലേഖയെ നോക്കി തിരക്കി. ഇതാണ് അമ്മയ്ക്ക് എന്തോ മഹാകാര്യം എന്നോട് പറയാനുണ്ടെന്ന് മോൾ അറിയിച്ചത്? ശ്യാംസുന്ദർ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് തിരക്കി. ശ്യാമേ, എനിക്ക് പറയാനുള്ളത് ഇനിയും നിന്നോട് പറയാതിരുന്നാൽ പറ്റില്ല. നാട്ടുകാരും കുടുംബക്കാരുമൊക്കെ നിരന്തരം ചോദ്യം തുടങ്ങി. ശ്രീലേഖയെ കെട്ടിയ ചെക്കന് കൂടും കൂടിയും ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഇവിടെ വന്ന് അച്ചി വീട്ടിൽ പൊറുക്കുന്നതെന്ന്? നാട്ടുകാർക്കാണെങ്കിൽ എന്തെങ്കിലും കിട്ടാഞ്ഞിട്ട് ഇരിക്കുകയാണല്ലോ ഓരോന്ന് കുത്തി കുത്തി നമ്മോട് തിരക്കാൻ. ഞാനും പിള്ളേരും മറുപടി പറഞ്ഞു മടുത്തെന്ന് പറയാം. എത്ര നാളാ നാട്ടുകാരുടെ ഈ ചോദ്യം കേട്ടില്ലെന്ന് നടിക്കുന്നത്? സരോജിനിയമ്മ ഒന്ന് നിർത്തി. അതുകൊണ്ട് മോൻ ഒരു കാര്യം ചെയ്തോണം. നീ ശ്രീലേഖയും കൂട്ടി നിൻ്റെ വീട്ടിൽ പോയി കുറച്ചുനാൾ താമസിക്കണം. അപ്പോൾ നാട്ടുകാരുടെ വാ താനേ അടഞ്ഞോളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പഴയതുപോലെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. ഇതല്ലേ അമ്മ എന്നോട് പറയാൻ പോകുന്നത്? മനസ്സില്ല എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതെൻ്റെ ഭാര്യയുടെ മാത്രം വീടല്ല, എൻ്റെയും കൂടാ. അങ്ങനെ പറഞ്ഞല്ലേ നിങ്ങൾ അമ്മയും മക്കളും ഈ കല്യാണം നടത്തിയത് അല്ലേ? എൻ്റെ ഭാര്യ ശ്രീലേഖ ഈ വീട്ടിൽ ഉള്ളിടത്തോളം ഇത് തന്നെയാണ് എൻ്റെ വീട്. അവൻ ശബ്ദമുയർത്തി. ആണ്, ശരി തന്നെ. പക്ഷേ നമ്മൾ തമ്മിലുള്ള കരാറൊന്നും നാട്ടുകാർക്ക് അറിയില്ലല്ലോ മോനെ. അവരെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും കുറച്ചു കാലം നിനക്ക് ലേഖയെയും കൂട്ടി നിൻ്റെ വീട്ടിൽ പോയി താമസിക്കാൻ വയ്യേ? വയ്യെന്ന് ഞാനിനി എങ്ങനെ നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി തരണം? ഏത് നാട്ടുകാരെയാണ് നിങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത്? ആ നാട്ടുകാരുടെ പേര് എഴുതിയ ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് താ. ഞാൻ നേരിട്ട് ചെന്ന് അവരെ ബോധിപ്പിച്ചോളാം. ശ്യാംസുന്ദർ എവിടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരല്ല, ഞാൻ മാത്രം. അവൻ വലതു കൈകൊണ്ട് നെഞ്ചിൽ തട്ടി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ശ്യാമേ. നീ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ കൊച്ച് നിന്നെ പേടിച്ച് ഇങ്ങോട്ട് വരില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കുഞ്ഞ് ഈ വീട്ടിൽ വേണം. അതിന് ആര് എവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വന്നാലും ഒഴിവായേ പറ്റൂ. ശ്യാംസുന്ദറിൻ്റെ ഒഴിവാക്കിയും കൊണ്ട് അമ്മയുടെ മോനെ ഇവിടെ കുടിയിരുത്തുമോ? എങ്കിൽ അത് എനിക്കൊന്ന് കാണണമല്ലോ. കാണാനൊന്നുമില്ല ശ്യാമേട്ടാ. അതുവരെ എല്ലാം കണ്ടു നിന്ന ശ്രീലേഖ പറഞ്ഞു. ഇത് അവൻ്റെ വീടാണ്. അച്ഛൻ അവന് ജീവിക്കാൻ ഉണ്ടാക്കിയ വീട്, അവന് അവകാശപ്പെട്ട വീട്. ഇവിടെ നിന്ന് ഞാനും ശ്യാമേട്ടനുമൊക്കെ ഇറങ്ങിക്കൊടുക്കേണ്ട അവസരം വന്നാൽ ഇറങ്ങിക്കൊടുക്കുക തന്നെ വേണം. അങ്ങനെ ഒരു അവസരം വരട്ടെ, അപ്പോൾ ചിന്തിക്കാം അതിനെക്കുറിച്ച്. ഇപ്പോൾ ആ സാഹചര്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനും നീയും എങ്ങോട്ടും മാറുന്നില്ല. ഇവിടെ ശ്യാംസുന്ദറിൻ്റെ കൂടെ താമസിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാം. യാതൊരു സന്ധിക്കും വിധേയനാകാൻ ഒരുക്കമില്ലാത്തവൻ്റെ മട്ടിൽ നിൽക്കുകയാണ് ശ്യാംസുന്ദർ. എൻ്റെ ഭാര്യ ശ്രീലേഖ ജീവിക്കുന്നത് എവിടെയാ? അവിടെ ജീവിക്കുമെന്നല്ലേ ശ്യാമേട്ടൻ പറഞ്ഞത്? ശ്രീലേഖ ഈ ഭൂമിയിൽ ജീവിതം അവസാനിപ്പിച്ചു പോയാൽ എവിടെ ജീവിക്കും ശ്യാമേട്ടൻ? അവിടെയും നിങ്ങൾ എൻ്റെ കൂടെ വരുമോ? ശ്രീലേഖയുടെ ചോദ്യം കേട്ട് ആദ്യം നടുങ്ങിയത് സരോജിനിയമ്മയാണ്. ശ്രീലേഖയുടെ മുഖത്തെ കല്ലിപ്പ് കാണവേ അവർക്ക് തോന്നി അവൾ എന്തിനും തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന്. ശ്യാംസുന്ദർ അവളെ നോക്കിക്കൊണ്ട് ഇരുന്നിടത്ത് എണീറ്റു. പിന്നെ മെല്ലെ നടന്നു ശ്രീലേഖയുടെ മുൻപിൽ ചെന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പേടിപ്പിക്കലടി നീ ശ്യാമിനെ. നീ ചത്ത് കളയുമെന്നൊക്കെ കേട്ടാൽ പേടിക്കുന്നവൻ ഉണ്ടായിരിക്കും. അതൊക്കെ അവരോട് പോയി പറഞ്ഞോണം. ശ്യാമിന് പക്ഷേ അത് പുല്ലാടി. നീ കേട്ടിട്ടുണ്ടോ? കേട്ടില്ലെങ്കിൽ കേട്ടോ. ഭർത്താവ് ചത്താൽ ഭർത്താവിൻ്റെ സ്വത്തിന് ആരടി അവകാശി? ഭാര്യയല്ലേ, അല്ലാതെ കണ്ടവന്മാരല്ലല്ലോ. അതുപോലെ ഭാര്യ ചത്താൽ ഭാര്യയുടെ സ്വത്തിൻ്റെ അവകാശി ആരടിയിലേക്ക്? അത് ഭർത്താവ് അല്ലേ? മനസ്സിലായി കാണുമല്ലോ നിനക്ക്. നീ ചത്ത് കെട്ടുപോയാൽ നിൻ്റെ ഈ മണ്ണ് സഹോദരങ്ങൾക്കുള്ളതാണ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചോണം. നിനക്ക് അവകാശപ്പെട്ട മണ്ണിൽ ഞാനും കാണും, ഇവിടെ ഈ മണ്ണിൽ. ശ്യാംസുന്ദരനെ കെട്ടുകെട്ടിക്കാൻ ഇറങ്ങി ഒറ്റയെണ്ണം വായില്ല പിന്നെ ഇവിടെ. മനസ്സമാധാനത്തോടെ ശ്യാംസുന്ദർ മെല്ലെ നടന്നു അകത്തേക്ക് പോയി. ഒരു നീരാളിയാണ് കൺമുൻപിലൂടെ പോകുന്നത്. അതിൻ്റെ കൈകൾ തൻ്റെയും തൻ്റെ കുഞ്ഞുങ്ങളെയും കഴുത്തിൽ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. ആ പിടിവിടിവിക്കാൻ ആരെക്കൊണ്ട് കഴിയും ദൈവമേ? സരോജിനിയമ്മയ്ക്ക് തോന്നി തൻ്റെ ശരീരം ആകെ തളർന്നു പോവുകയാണെന്ന്. ശ്രീലേഖയുടെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല. തുടരും കഥയുടെ അടുത്ത ഭാഗം.